ഹലോ, ഈ അതിരാവിലെ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് അശ്വതി ചേച്ചിയുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. കല്യാണം നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞ് സാറ്റർഡേ രാവിലെയാണ് പോകുന്നത്. നേരെ ട്രെയിൻ പിടിച്ച് ഇപ്പം നമ്മൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഗുരുവായൂർക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ. നമ്മളൊരു 10-11 പേരുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. ഈ കാണുന്ന പ്ലാനിങ് ഉച്ചയ്ക്ക് എന്ത് ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ട്രാവൽ ചെയ്ത് ഗുരുവായൂരെത്തി. ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ സാറ്റർഡേ സ്റ്റേ ചെയ്തത്. ചെന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി എല്ലാവരും. പിന്നെ എണീക്കുന്ന വൈകിട്ടാണ്. എണ്ണീറ്റിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. എസ്പെഷ്യലി അതൊരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അത്ര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ അശ്വതി ചേച്ചി താമസിക്കുന്ന ഹോട്ടലിലോട്ടാണ് പോയത്. അശ്വതി ചേച്ചിയുടെ അച്ഛനും അമ്മയാണ്. അശ്വതി ചേച്ചി തൊഴാൻ പോയിരിക്കുകയാണ്. നമ്മളെല്ലാം അശ്വതി ചേച്ചീനെ നോക്കി നിൽക്കുകയാണ്. ആൻഡ് ഫൈനലി അശ്വതി ചേച്ചി വന്നു. അവിടുന്ന് തന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് അശ്വതി ചേച്ചിയോട് സംസാരിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. നാളെയാണ് കേട്ടോ കല്യാണം. അങ്ങനെ നെക്സ്റ്റ് ഡേ സൺഡേ ആയി. ദേ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട്. ആൻഡ് ആസ് യൂഷ്വൽ ഞങ്ങൾ കുറച്ച് ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ബട്ട് കറക്റ്റ് എത്തിയപ്പോൾ അത് അശ്വതി ചേച്ചി മണ്ഡപത്തിലോട്ട് കയറാൻ പോവായിരുന്നു. അങ്ങനെ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കുറച്ച് ചടങ്ങുകളൂടെ ഉണ്ട്. പിന്നെ വേറെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ കുറേ വീഡിയോസായിട്ട് എടുത്തില്ല, കുറച്ച് അവിടെ നിന്നൊക്കെ ആയിട്ടാണ് എടുത്തത്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അവിടെയൊക്കെ തന്നെ നിന്നു എല്ലാവരും. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. എൻ്റെ ചേട്ടൻ വന്നു. ചേട്ടൻ കുറച്ച് ലേറ്റായി. ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ചേട്ടനോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞതാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലെ ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയേ. അപ്പം ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്താണ്.
അവിടെ നിന്ന് ഇറങ്ങി നേരെ സദ്യ കഴിക്കാനായിട്ട് വന്നിരുന്നേ. നമ്മളെല്ലാം ഓൾമോസ്റ്റ് അടുത്തടുത്താണ് ഇരുന്നത്. അത് കാരണം എനിക്ക് എല്ലാവരുടെയും വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് നമ്മൾ ഈ സദ്യ കഴിക്കുന്നത് രാവിലെ 10:30, 11 ആ ഒരു ടൈമിലാണേ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മൾ അശ്വതി ചേച്ചിയോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. നമുക്ക് ഈവനിങ് തൃശ്ശൂർ നിന്നാണ് ട്രെയിൻ. അങ്ങനെ കുറച്ച് നേരം കിടന്നുറങ്ങി നമ്മൾ ഗുരുവായൂർ തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു 4 o'clock ഒക്കെ ആയി. നമ്മുടെ ട്രെയിൻ 6:10 അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ ട്രെയിൻ കുറച്ച് ഡിലേ ആവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ വന്ദേ ഭാരതിലാണേ തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തിന് വന്നത്. നമ്മൾ എത്തിയപ്പോൾ രാത്രി ഒരു 10:45, 11 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അശ്വതി ചേച്ചിയുടെ കല്യാണമൊക്കെ കണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. എല്ലാവരും യാത്രയൊക്കെ ചോദിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ.